Honda, the power of dream. Hello, namaskaram. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. This is my friends Honda Accord, which comes with 3-liter V6 engine, which can produce up to 242 bhp of power and 287 Nm of torque. നമ്മൾ ഈ ഹോണ്ടയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ 1946 ഏറ്റവും അധികം ഹോണ്ട എന്നൊരു ബ്രാൻഡ് രൂപം കൊണ്ടത്. സോയിച്ചിറോ ഹോണ്ട എന്നൊരു വ്യക്തിയാണ് ഈ ഹോണ്ടയുടെ സ്ഥാപകൻ. ഏറ്റവും ആദ്യമൊക്കെ ഒരു സൈക്കിളിൽ ഒരു ചെറിയൊരു എൻജിൻ ഘടിപ്പിച്ചുകൊണ്ട് ആണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമൊബൈലിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടാണ്. പിന്നീട് അവർ മോട്ടോർ സൈക്കിളിലേക്ക് പോയി. ആൻഡ് ദ ഗ്രേറ്റ് സക്സസ് ഓഫ് മോട്ടോർ സൈക്കിൾ ദേ ടേൺ ആഫ്റ്റർ ടു കാസ്. ഈ കാസ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ കാർ എന്ന രീതിയിലല്ല, ഒരു മിനി പിക്കപ്പാണ് വന്നത്, T360 എന്ന് പറഞ്ഞിട്ട്. യെസ്, നമ്മൾ ഈ 360 എന്ന് പറഞ്ഞ പോലെ 356cc എഞ്ചിനിലാണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ ഒരു മിനി പിക്കപ്പ് വന്നത്. ആൻഡ് സെയിം എഞ്ചിൻ വെച്ചിട്ട് ഇവർ ഏറ്റവും ആദ്യത്തെ കാർ ഇറക്കി, ഒരു മിനി കാർ ഇറക്കി. ആൻഡ് ആ കാറിൻ്റെ പേരാണ് N360. കംസ് വിത്ത് സെയിം എഞ്ചിൻ 356cc എഞ്ചിനിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറിലാണ് ഒരു ഏറ്റവും ആദ്യം ഒരു കാർ എന്നൊരു കോൺസെപ്റ്റിൽ ഇറക്കിയ വണ്ടി. പിന്നീട് ഒരുപാടധികം കാർസ് ഹോണ്ട ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കിത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വന്നത്, ഈ ലക്ഷറി സെഗ്മെൻറ്റിൽ ഏറ്റവും ആദ്യമായിട്ട് സ്വന്തമായിട്ട്, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലക്ഷറി സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഹോണ്ടയ്ക്കാണ്. JDM കാസിൽ ഏറ്റവും ആദ്യം, JDM എന്ന് പറയുമ്പോൾ ജപ്പാനിൽ ഏറ്റവും ആദ്യമായിട്ട് ലക്ഷറി സെഗ്മെൻറ്റിൽ ഇറക്കിയ വണ്ടി. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടൊയോട്ടയ്ക്ക് ലെക്സസ് ഉള്ള പോലെ നമ്മുടെ ടൊയോട്ട അമേരിക്കൻ മാർക്കറ്റ് പിടിച്ചെടുക്കാനായിട്ട് ടൊയോട്ട റീബ്രാൻഡ് ചെയ്തിട്ട് ലെക്സസ് എന്ന് പറഞ്ഞ ഒരു ലക്ഷറി ബ്രാൻഡ് ഇറക്കി. സെയിം രീതിയിൽ ഏറ്റവും ആദ്യം ജപ്പാനിൽ ഇറക്കിയ ഒരു മുതലാണ് നമ്മുടെ ഹോണ്ട എന്ന് പറയുമ്പോൾ. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഏതാ ബ്രാൻഡിന്ന്. യെസ്, none other than Acura. The automotive world knew it would come. It was only a matter of time. Acura, a new dimension in performance automobiles, from a new division of American Honda. The Acura Legend V6 luxury touring sedan and Acura Integra 16-valve sports sedan. Precision-crafted automobiles, available now, exclusively at Acura dealers. It was only a matter of time. Acura നമ്മുടെ ഹോണ്ടയുടെ ഒരു ലക്ഷറി ബ്രാൻഡാണ്. അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഫെസ്റ്റ് സൂപ്പർ കാർ, ഹോണ്ടയുടെ ഒരു ഫെസ്റ്റ് സൂപ്പർ കാറായിട്ട് വരുന്നത് നമ്മുടെ ജപ്പാനിലെ എല്ലാവരുടെയും സ്വന്തം ഫെരാരി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട NSX എന്ന് പറയുമ്പോൾ. ഇത് ഫെരാരി എന്ന് വിളിക്കണത് ഫെരാരിയുടെ അത്ര പവറുള്ളതുകൊണ്ടല്ല, ഏകദേശം നമ്മുടെ F40യുടെ ചെറിയൊരു അവിടെയൊക്കെ ചെറിയൊരു ലുക്ക് നമുക്ക് സാമ്യം തോന്നിക്കാം. അതേപോലത്തെ ഒരു മോഡലാണ് നമ്മുടെ NSX എന്ന് പറയുമ്പോൾ. അല്ലാതെ അതിൻ്റെ പവർ ഫിഗേഴ്സിലോ ഇതിലോ ഒന്നും നോക്കിയിട്ടല്ല. ആൻഡ് NSX കംസ് വിത്ത് മിഡ് എഞ്ചിൻ V6ലാണ് നമ്മുടെ NSX വന്നിട്ടുണ്ടായിരുന്നത്. Che sorpresa! Ciao papà, come stai? Bene. Senti, ti voglio far vedere una cosa. Cos'è? Una Ferrari? No, papà, Acura. Acura? Acura? Old world thinking has it that nothing can touch European engineering. But in Formula One racing, Honda has outpowered Ferrari to win the last 4 World Constructors' Championships. Welcome to the new world thinking. The NSX from Acura. Aluminum body, chassis and midship engine. Handcrafted. The NSX from Acura. Because when we entered Formula One racing, we wanted more than just a trophy to show for it. ഈ എക്കോഡിക്ക് വരുന്നതിനായിട്ട് മുന്നേ നമുക്ക് ഇതിൻ്റെ പൂർവികരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു മിനി കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഹോണ്ട N360 എന്ന് പറഞ്ഞൊരു മോഡൽ. അത് കഴിഞ്ഞ് ഒരു N600 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. അതിനൊരു H1300, പിന്നെ നമ്മുടെ സിവിക്.
ഈ സിവിക് എന്ന് പറയുമ്പോൾ ഹോണ്ടയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മോഡലാണ്. അതിപ്പോൾ കോമ്പാറ്റബിലിറ്റിയിലാണെന്ന് വെച്ചാലും പ്രാക്ടിക്കാലിറ്റി ആൻഡ് നല്ലൊരു എക്കോണമി തരുന്ന ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ സിവിക്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വേൾഡ് സിവിക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ കോമ്പാക്ട് സെഡാൻ. അതുവരെ നമ്മുടെ ഹോണ്ട ഇറക്കിയ ഒരു മിനി കാർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് സെഡാൻ ആ ഒരു സെഗ്മെൻറ്റിലാണ് ഒരു വണ്ടി ഇറക്കിയത്. അപ്പോൾ ഇവർക്ക് തോന്നി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെഡാൻ ഇല്ല. അതിൻ്റെ മെയിനായിട്ടുള്ള തോട്ട് വരാൻ കാരണം ഇവരുടെ മെയിൻ മാർക്കറ്റ് അമേരിക്കയായിരുന്നു. ആ ടൈമിൽ നമുക്കറിയാം അമേരിക്കൻ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാഡിലാക്ക്, ലിങ്കൺ, മെർക്ക്, റോൾസ് റോയ്സ് ഇവരൊക്കെയാണ് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പാക്ട് സെഡാൻ കൊണ്ട് അമേരിക്കയിൽ കൊണ്ടുപോയാൽ എത്രമാത്രം അവർക്ക് സ്വീകാര്യത കിട്ടും എന്ന് ഉറപ്പില്ല. അപ്പോൾ അവർക്കൊരു നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ക്വൈറ്റർ ലാർജർ ആയിട്ടുള്ളൊരു സെഡാൻ വേണം. അങ്ങനെയാണ് നമ്മുടെ ഈ എക്കോഡിക്ക് എത്തുന്നത്. ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മളെ കണ്ടപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വന്നത്. ഓക്കെ. ഈ ഇടവഴിയുള്ള പിള്ളേരെ. ഓക്കെ. പേരുന്ന ജോസഫ്. നിന്റെ പേരുന്ന എയ്തൻ, ആരോൺ, തോബിയസ്, ആൻലി, ജെയ്സ്. നീ ഫുട്ബോൾ കളിക്കാൻ വന്നതാ? ഡിഫൻഡറാ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹായ് പറഞ്ഞു ഞാൻ നോക്കി. ഓക്കെ, താങ്ക് യു. ഓക്കെ, വീഡിയോ എടുത്ത് ഞാൻ സംസാരിക്കാം. മൈക്കാടാ. നമ്മൾ ഈ ഹോണ്ട എക്കോഡിക്ക് വരുമ്പോൾ വേറൊരു ഫണ്ണി പാർട്ടും കൂടി ഉണ്ട്. ഫണ്ണി പാർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർ സീരിയസ് ആയിട്ടൊരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നതാണ്. അതായത് ഏറ്റവും ആദ്യം ഹോണ്ട എന്ന് പറയുമ്പോൾ എക്കോഡ് എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ മസ്താങ്ങിനെ കോമ്പറ്റീറ്റർ ആയിട്ടാണ് ഇറക്കാമെന്ന് വിചാരിച്ചത്. ഒരു ഇൻലൈൻ 6 ഒരു ബീസ്റ്റിനെ ഇറക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ബട്ട് ലാക്ക് ഓഫ് മണി, കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് അവരുടെ തോട്ട്സ് മാറിയത് വേറൊരു തോട്ടിലേക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല റിലയബിൾ ആയിട്ട് നല്ല റിഫൈൻഡ് എൻജിൻ വേണം, നല്ല സ്പേസ് വേണം, ഇൻറ്റീരിയർ സ്പേസ് വേണം, നല്ല സസ്പെൻഷൻ വേണം, നല്ല ഹാൻഡ്ലിങ് വേണം. അങ്ങനെ മൊത്തത്തിൽ ഒരു ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് കാർ പോകണം. എന്നാൽ ഭയങ്കര റിലയബിൾ ആയിരിക്കണം, ഭയങ്കര എഫോർഡബിൾ ആയിരിക്കണം കാറ്. ആ ഒരു തോട്ട്സിലേക്ക് വന്ന് അങ്ങനെ ആ ഒരു തോട്ടിൽ ജന്മം കൊണ്ട വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ എക്കോഡിനെ വിളിക്കാം. ആൻഡ് ഫസ്റ്റ് ജനറേഷൻ എക്കോഡ് കംസ് വിത്ത് 1.4 ഇൻലൈൻ 4ലാണ് നമ്മുടെ എക്കോഡ് ഫസ്റ്റ് ജനറേഷൻ എക്കോഡ് വന്നത്. ഞാൻ പറഞ്ഞു ഇവരുടെ എക്കോഡ് 1.4 ലിറ്റർ എഞ്ചിനിലാണ് ഏറ്റവും ആദ്യം വന്നത്. ഒരു 1976ലാണ് ഫസ്റ്റ് എക്കോഡ് ഇവർ ലോഞ്ച് ചെയ്യുന്നത്. അതിന് മുന്നേ അതായത് 1972 സിവിക് വന്നപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യത കിട്ടിയത് വേറൊരു കാരണം കൊണ്ടാണ്. ഏർലി 1970s ഇവരൊരു എൻജിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു CVCC എൻജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ എൻജിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയണോ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണോ എന്നറിയില്ല. മേ ബി പ്രോബിലിറ്റി കൂടുതൽ ഡിസഡ്വാൻറ്റേജ് ആവാനാണ്. എന്താണെന്ന് വെച്ചാൽ ആ എഞ്ചിന് കാറ്റലറ്റിക് കൺവേർട്ടർ ഇല്ല. കാറ്റലറ്റിക് കൺവേർട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കറിയാം ഭയങ്കരമായിട്ട് സ്മോക്ക് പുറന്തള്ളവിട ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഭയങ്കര അട്ടർ ഫ്ലോപ്പായിരുന്നു ഒരു എഞ്ചിൻ. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഇതിനൊന്ന് റീബിൽഡ് ചെയ്ത് സെക്കൻഡ് ജനറേഷൻ ഇറക്കി. സെക്കൻഡ് ജനറേഷൻ ഇറക്കിയപ്പോഴാണ് നമ്മുടെ സിവിക്ക് ആ എഞ്ചിൻ കൊടുക്കുന്നത്. കാറ്റലറ്റിക് കൺവേർട്ടർ വെച്ച് ഒരു എഞ്ചിൻ ഇറക്കി ആൻഡ് ആ സ്മോക്കിൻ്റെ ഇഷ്യൂ മാറി. പിന്നെ ഇത്തിരി റിലയബിൾ ആക്കി എഞ്ചിൻ. എന്നിട്ട് നമ്മുടെ സിവിക്ക് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ജനസ്വീകാര്യത നമ്മുടെ സിവിക്കിന് കിട്ടി. ആ ഒരു സെഗ്മെൻറ്റ് എഞ്ചിൻ തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മുടെ ഇൻലൈൻ 4 ആയിട്ട് നമ്മുടെ എക്കോഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. എക്കോണിൻ്റെ ഒരു ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ there are several ബോഡി ടൈപ്സ്. സെഡാനിൽ ഇറങ്ങിയിട്ടുണ്ട്, കൂപ്പയിൽ ഇറങ്ങിയിട്ടുണ്ട്, കോമ്പാക്ട് സെഡാനിൽ ഇറങ്ങിയിട്ടുണ്ട് ആൻഡ് ഹാച്ച് ബാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബോഡി ടൈപ്പിൽ സെയിം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ എക്കോഡ് എന്ന് പറയുമ്പോൾ. വെൻ വി കം ബാക്ക് ടു എക്കോഡ്, ഞാൻ പറഞ്ഞു സെവറൽ ബോഡി ടൈപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 11th ജനറേഷൻ എക്കോഡ് വന്നിട്ടുണ്ട് ടിൽ 2023 വരെ. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ 7th ജനറേഷൻ വണ്ടിയാണ്. വെൻ വി കം ബാക്ക് ടു ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം കിട്ടിയത് 6th ജനറേഷൻ എക്കോഡാണ്. അതായത് 1997 ഇറങ്ങിയ ഒരു മോഡൽ നമുക്ക് കിട്ടിയത് 2001ലാണ്. 4 years ആഫ്റ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 6th ജനറേഷൻ എക്കോഡ് എന്ന് പറയുമ്പോൾ. ആൻഡ് നമ്മൾ ഈ ഒരു വണ്ടി 2004 അല്ലെങ്കിൽ 2003-04 ടൈമിലാണ് ഈ ഒരു മോഡൽ അതായത് 7th ജനറേഷൻ എക്കോഡ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ 2007 മോഡൽ 7th ജനറേഷൻ ഹോണ്ട എക്കോഡാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാനായിട്ട് ഇതിൻ്റെ ഓണറായ ഏബിൾ ബ്രോനെ വിളിക്കാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും. ഏബിൾ ബ്രോ. ഓക്കെ. നമ്മൾ ഈ കാറിക്ക് വരുമ്പോൾ എന്തൊക്കെ കോസ്മെറ്റിക് സൈഡിൽ ചെയ്തിട്ടുണ്ട്? മെയിനായിട്ട് സെറാമിക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ. ആൻഡ് നമുക്കിവിടെ നോക്കുമ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ള ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ OG ഹോണ്ട
ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തേക്കണം. ഓക്കെ. ഞാൻ അടിയിൽ വരുമ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പ് യെല്ലോ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു റബ്ബർ ലിപ്പ് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ക്ലീൻ സ്പെക്കിൽ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ബേ ഒന്ന് തുറന്നുകൊണ്ടൊക്കെ. ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ 3 ലിറ്റർ V6 VTEC എഞ്ചിൻ വരുന്നത്. ഇതിലെന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ? ഇൻടേക്ക് മാറ്റിണ്ട് മെയിനായിട്ട്. ഇൻടേക്ക് ഏതിൻ്റെ ചെയ്തേക്കുന്നത്? K&Nൻ്റെ. ഓക്കെ. ആൻഡ് എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് സ്ട്രൈറ്റ് പൈപ്പ് അടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് BHPയിൽ വല്ല വ്യത്യാസം? 2 BHP കൂടിയുണ്ട്. 240 242 BHP ഇതായിട്ടുണ്ട്. ഓക്കെ. അല്ലാതെ എഞ്ചിൻ ട്യൂണിങ് കാര്യം ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ. ആൻഡ് ഇത്രയാണ് നമ്മുടെ എഞ്ചിൻ ബേയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് വേറെ കാര്യം പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മളിപ്പോൾ എഞ്ചിൻ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സ്റ്റേജ് 2 ഓക്കെ. അപ്പോൾ ഡൗൺ പൈപ്പും ഇൻടേക്കും മാറ്റിക്കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതില്ലേ റീമാപ്പിംഗ് മാത്രം ചെയ്താൽ മതി. ഓക്കെ. അതാണ് നമ്മുടെ എഞ്ചിനിൽ വരുന്ന വിശേഷം. അങ്ങനെ നമുക്ക് സൈഡ് പ്രൊഫൈലേക്ക് ഒന്ന് പോയാൽ. ഓക്കെ. നമ്മൾ ഈ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? സസ്പെൻഷൻ മെയിനായിട്ട് മാറ്റിയിട്ടുണ്ട്. ബിൽസിന്റെ പിന്നെ സ്പ്രിങ് HNRന്റെ ലോറിംഗ് സ്പ്രിങ് ഇട്ടുണ്ട്. എലോയ് 17 ഇഞ്ച് ഹോഴ്സിന്റെ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ടയർ ലോ പ്രൊഫൈൽ ഇട്ടുണ്ട്. ഓക്കെ. ആൻഡ് അത് മാത്രമാണ് നമ്മൾ സൈഡിൽ കോസ്മെറ്റിക് സൈഡിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മിറർ നോക്കുമ്പോൾ സ്റ്റോക്ക് മിററാണ് വരുന്നത്. നമ്മളെ സൈഡിൽ വരുമ്പോൾ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് വരുന്നുണ്ട്, നല്ല വിസിബിൾ ആയിട്ടുള്ള ഗ്ലാസ്. ആൻഡ് ഇത് ടിൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് നമ്മുടെ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു സ്പെക്കാണ്. അത് പ്രത്യേകിച്ച് ഭയങ്കര ആഡംബരമായിട്ടുള്ള ഒരു സൈഡ് സ്കേർട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് നല്ല ക്ലീൻ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണിത്. ഭയങ്കരമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ക്ലീൻ സ്പെക്ക് വണ്ടി. നമ്മൾ ബാക്ക് പ്രൊഫൈൽ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് എക്സോസ്റ്റ് ആണ്. അപ്പോൾ എക്സോസ്റ്റ് ഏതിൻ്റെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്? HKSന്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ സൗണ്ടും അതിഭീകരമാണ്. അതിൻ്റെ എക്സോസ്റ്റിനോട് ഞാൻ എന്തായാലും കേൾപ്പിച്ച് തരാം. ഞാൻ ബാക്ക് വരുമ്പോൾ അത്ര വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം സ്റ്റോക്കായിട്ട് തന്നെ വെച്ചേക്കുന്നത്. അതിൻ്റെ വിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ആൻഡ് സ്കേർട്ട് കയറ്റണം. ഓക്കെ. ബാക്ക് സൈഡ് സ്കേർട്ടും ഒരുമിച്ച് ചെയ്യാനുണ്ട്. സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ടോ? സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. സ്റ്റോക്ക് സ്കേർട്ട്. ഓക്കെ. ഞാൻ വിചാരിച്ചു ആഫ്റ്റർ മാർക്കറ്റ് വേറെ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ. ആൻഡ് ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ആ ഒരു ടൈമിൽ 2007 ഇതാ നമ്മുടെ ഗ്ലാസ്സിൽ പിന്നിൽ ഡീഫോഗറൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടിയിൽ തന്നെയാണ് വരിക. അതുപോലെ തന്നെ ഇതൊരു പ്രീമിയം വണ്ടി തന്നെയായിരുന്നു ആ ടൈമിൽ. BMW ഒക്കെ ഓൺ ചെയ്യാൻ പറ്റുന്ന അത്ര ആൾക്കാരാണ് ശരിക്കും നമ്മുടെ എക്കോഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വില തന്നെയാണ്, അത്യാവശ്യം നല്ല റേറ്റിലാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ എക്കോഡ് V6 വന്നത്. പ്രത്യേകിച്ച് V6 ആയതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിലാണ് വന്നത്. അതുപോലെ നല്ല പവർഫുൾ വണ്ടിയും കൂടി ആയാണ്. ആൻഡ് നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ ഒരു V6 എഞ്ചിൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്കോഡ് ഇപ്പോൾ ചൂസ് ചെയ്യാം. ആ ടൈമിലല്ല, ഈ ഒരു ടൈമിൽ ഒരു 4 lakhൻ്റെ താഴെ നമുക്ക് ഈ ഒരു ഫേസ് ലിഫ്റ്റ്, അതായത് 2007 ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. 2004 നമുക്കറിയാം ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ബോഡി ടൈപ്പ് വന്ന വണ്ടി ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റാണ് നമ്മുടെ ഈ വണ്ടി. അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള ഇതാണ്. ഞാനും വന്നപ്പോൾ ശ്രദ്ധിച്ചു, അതായത് ഈ ലൈറ്റ്സ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ഗ്രേ കളറ് ഉണ്ട്. അത് 2.4 ആണോ എനിക്കറിയില്ല, അതായത് എഞ്ചിൻ ടൈപ്പ് എനിക്കറിയില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് ചേണ്ടയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഇതേപോലെ ഇല്ലായിരുന്നു. ഞാൻ വന്ന ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇതിൻ്റെ ബാക്ക് ഇത്തിരി കൂടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം ബാക്കിൽ കയറാൻ നമ്മൾ കണ്ണുപോവുക എക്സോസ്റ്റ് ചെയ്യാണ്. അത്ര വലിയ ഒരു എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കത് തോന്നുന്നത്. നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്ന് വെച്ചാൽ 396 ലിറ്ററാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് കാണുന്നത്. നല്ല രീതിയിൽ നമ്മൾ ഫാമിലി കാർ എന്ന് പറയാൻ പറ്റുന്ന അത്രയധികം സ്പേസ് വരുന്നുണ്ട്. 396 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 400 ലിറ്ററിന് അടുത്താണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ലധികം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് എന്താ നമ്മുടെ ഈ സൗണ്ട് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കാണാം. സൗണ്ട് വരാതിരിക്കാനുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ എഞ്ചിൻ ബേയിലും ഈ സാധനങ്ങൾ സാധാരണ സ്റ്റോക്കിൽ വരാറുണ്ട്. ബട്ട് ഇതിൻ്റെ പോയി എന്നാണ് തോന്നുന്നത്, അറിയില്ല. അത് നമ്മൾ അതിൽ കണ്ടില്ല. ഇതാണ് നമ്മുടെ ബാക്കിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ. നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. നമ്മൾ ഇൻറ്റീരിയർ സൈഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടിപ്പിക്കൽ ഹോണ്ട സ്റ്റിയറിംഗ് വീലാണ്. ഒരു 4 സ്പോക്ക്
സ്റ്റിയറിംഗ് വീല് കാണാം. ആൻഡ് ഇതിൻ്റെ മീറ്റർ കൺസോൾ നോക്കിയാൽ തന്നെ കാണാം, അത്യാവശ്യം നല്ല വലിയൊരു മീറ്റർ കൺസോളാണ്, ഒരു റെട്രോ ഫീൽ ചെയ്യുന്ന ഒരു മീറ്റർ കൺസോൾ. അതുപോലെ നമ്മൾ സ്റ്റിയറിംഗ് നോക്കുമ്പോൾ ഇവിടെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ടൈമിൽ 2007 എയർ ബാഗ് വരുന്ന ഒരു മോഡൽ തന്നെയായിരുന്നു എക്കോർഡ്. അതായത് നമുക്കറിയാം പ്രീമിയം സെഗ്മെൻറ്റിൽ ഇറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ മിക്ക വണ്ടികളും നമ്മുടെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടികൾ നോക്കുകയാണെന്ന് വെച്ചാൽ, ഒരു സെഡാൻ, ഒരു കോമ്പാക്ട് സെഡാനൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ എയർ ബാഗ്സ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ സുസുക്കിയുടെ വണ്ടികളാണെന്ന് വെച്ചാലും എയർ ബാഗ് ഇതുപോലെ ലക്ഷറി സെഗ്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും അല്ലാത്ത സാധാ സെഗ്മെൻറ്റിലൊന്നും എയർ ബാഗ്സ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് നമ്മൾ ഇവിടുന്ന് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ വേണം, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കാണാം, പിന്നെ കോർണർ സെൻസർ കാണാം. അങ്ങനെ ഒരു 3 സ്വിച്ചസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് നമ്മുടെ AC വെൻറ്റ് കാണാം. ആൻഡ് നമ്മൾ ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ മിറർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആൻഡ് നമ്മുടെ ടിപ്പിക്കലായിട്ട് പവർ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസും കാണാം. ഈ സൈഡിൽ നോക്കുമ്പോൾ വലിയൊരു സ്പേസ്, ഒരു ബോട്ടിൽ ഹോൾഡർ എന്ന് പറയാനായിട്ട് മാത്രം ഒരു സ്പേസ് ഇല്ല. ഒരു ചെറിയൊരു കുപ്പികളൊക്കെ വെക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പർ, അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് മാത്രം പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസാണ് ഇവിടെ വരുന്നത്. ആൻഡ് നമ്മളിതിൻ്റെ സീറ്റ്സ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള സീറ്റാണ്, സ്റ്റോക്ക് സീറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പോസ്റ്ററി മാറ്റി ഒരു ലെതർ സീറ്റ് കവർ അടിച്ചിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് നമ്മുടെ സീറ്റ്സ് വരുന്നത്. അത് എന്താ ഫ്രണ്ടിലേക്ക് ആൻഡ് ബാക്ക് ഇവിടെ ലീൻ ചെയ്യാനായിട്ടുള്ളത്, ക്ലീൻ ഓഫ് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വരുന്നത്. നമ്മുടെ പെട്രോൾ ഫ്യൂവൽ ടാങ്കും തുറക്കാറ് ബോണറ്റില്ല ബാക്കിൻ്റെ ഡിക്കിയൊക്കെ തുറക്കാനായിട്ട് വരുന്നത് ഇതുപോലെയാണ്. നമ്മുടെ ആംറെസ്റ്റിലും ഒരുപാട് യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. ഫസ്റ്റ് സ്പേസ് ഇതാണ്, ഒരു ചെറിയ സ്പേസ്. അതായത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വലിയൊരു സ്പേസ് കാണാം, അതിൻ്റെ ഉള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നമ്മൾ കം ബാക്ക് ടു കോ പാസഞ്ചർ സീറ്റ്. നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കാം. ആൻഡ് നമ്മൾ ഇന്ത്യയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മേലെ ചെയ്ത് കണ്ടാൽ അറിയാം, നമ്മൾ പറഞ്ഞു സീറ്റ് അപ്പോസ്റ്ററി ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ലെതർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇന്ത്യയിലും മേലെ റൂഫൊക്കെ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, ബ്ലാക്കിൻ്റെ ഒരു ഫാബ്രിക് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ സീറ്റ്സ് വരുമ്പോൾ ഈ സീറ്റ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ലീനിങ് അതുപോലെ തന്നെ പൊസിഷൻ മാറ്റാനായിട്ടുള്ളൊക്കെ നമ്മൾ മാനുവലി ചെയ്യേണ്ടതാണ്. നമ്മൾ കോ പാസഞ്ചർ സീറ്റിൽ നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ളൊരു ഡാഷ് വന്നിട്ടുണ്ട്, ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഡാഷ് നോക്കുമ്പോൾ ഒരു AC വെൻസ്, അതിൻ്റെ വെൻസ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ കോ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുമ്പോൾ നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ മിററിൽ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ വിസിബിലിറ്റിക്ക് സീനൊന്നുമില്ല, നല്ല ഭംഗിക്ക് വേണ്ടി അവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ സീറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ ബാക്കിൽ. സീറ്റ്സിൽ വരുമ്പോഴും നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ലീൻ ചെയ്ത് എന്താ പറയുക, നല്ല കംഫി ഇതിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ്സാണ് വരുന്നത്. ഞാൻ ഇതിൽ വേറൊരു കാര്യം പറയാൻ മറന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ JDM കാസിൽ വരുമ്പോൾ നിങ്ങൾ കാണാം, ഇപ്പോൾ ഹോണ്ട സിറ്റി എടുക്കാൻ വെച്ചാലും ടൊയോട്ടയുടെ കാസ് എടുക്കാൻ, ഇന്നോവയൊക്കെ എടുക്കാൻ വെച്ചാലും ഹോണ്ട സിവിക്കൊക്കെ എടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഭയങ്കര, ബോണറ്റ് സൈഡ് ഭയങ്കര ചെറുതായിരിക്കും, അതുപോലെ ഡിക്കി സൈഡും ഭയങ്കര ചെറുതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നീഷ് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ മെയിനായിട്ട് ഇൻറ്റീരിയർ സ്പേസ് കൂടുതൽ കൊടുക്കണം, പുറത്തത്തെ സ്പേസ് കട്ട് ചെയ്ത് ഇൻറ്റീരിയറിൽ എത്രമാത്രം അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കാം എന്നാണ് ഈ ജപ്പാനീസ് മാനുഫാക്ചേഴ്സ് കൂടുതൽ നോക്കുന്നത്. അതിപ്പോൾ കോമ്പാക്ട്സ്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സിവിക്കിൽ എന്താണ് പ്രാക്ടിക്കാലിറ്റിക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഒരു കോമ്പാക്ട് സെഡാനായിട്ടും അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ സ്പേസ് അതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടും പിന്നെ എക്കോണമിക്കലാണെന്ന് വെച്ചാലും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനും കൊണ്ടൊക്കെയാണ് നമ്മുടെ ഹോണ്ട ഫുള്ളി എന്താ പറയുക, ടൊയോട്ടയുടെ ശേഷം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഹോണ്ടയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാം. അത് അത്രയ്ക്ക് റിലയബിളാണ് ഇതിൻ്റെ എൻജിൻ. ബൈക്സ് എടുക്കാന്ന് വെച്ചാലും കാസ് എടുക്കാന്ന് വെച്ചാലും നമ്മളിപ്പോൾ പറയും കാസിൽ ടൊയോട്ട പോലെയാണ് നമ്മൾ ബൈക്സിൽ ഹോണ്ടയുടെ എൻജിൻസ് വരുന്നത് പറയും.
അതായത് നമ്മുടെ CBR 250 നമുക്കിപ്പോൾ പരിചിതമായിട്ടുള്ളൊരു ബൈക്കാണ് ഞാൻ പറയുന്നത്. CBR 250R അത് നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടും നല്ല ഫാൻ ഫോളോയിങ് ഉള്ളൊരു ബൈക്കാണ്. അതിപ്പോൾ ഒരു 1 lakh 2 lakh കിലോമീറ്റേഴ്സ് ഓടിയാലും അതിൻ്റെ ഒരു എഞ്ചിന് വലിയൊരു കുലുക്കുണ്ടാവില്ല. നമ്മളൊരു 50,000-70,000 കിലോമീറ്റർ ഓടിയ പോലെയാണ് അതിൻ്റെ എഞ്ചിൻ പെരുമാറുള്ളൂ ഒരു 2 lakh കിലോമീറ്റേഴ്സ് ഓടിയ വരെ. അത്രയ്ക്ക് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻസാണ് ഹോണ്ടയ്ക്ക് വരുന്നത്. അതും നമ്മൾ എന്താ പറയുക, ഒരു ബോണറ്റ് വലിയൊരു ബോണറ്റ് ഇല്ലാതെ ഒരു ചെറിയ ബോണറ്റിൽ ചെറിയൊരു എഞ്ചിൻ വെച്ചിട്ടാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇത് നമ്മൾ വരുമ്പോൾ ഒരു പ്രോപ്പർ സെഡാൻ രീതിയിൽ ഫ്രണ്ടിക്കും നന്നായിട്ടുണ്ട്, ബാക്കിൽ ടെയിലും നന്നായിട്ടുണ്ട്. അതിന് അനുസരിച്ച് എന്ന് വെച്ച് ഉള്ളിലെ ഇൻറ്റീരിയർ സ്പേസിന് കുറവുണ്ടോ അതുമില്ല, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ളായിട്ട് ഇറക്കിയിട്ടേക്കാം. എന്നിട്ട് വരെ എനിക്ക് ഫുള്ളായിട്ട് കാലിങ്ങനെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞാൻ 5'7" ആണ് വരുന്നത്, 5'7" 5'6" ആണ് വരുന്നത്. സോ 5'6" ആയിട്ടുള്ള എനിക്ക് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് സ്പേസ് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ആംറസ്റ്റ് കാണാം. ആൻഡ് ആംറസ്റ്റ് ഇത് ഒരു വുഡ് ഫിനിഷിലാണ് നമ്മുടെ ആംറസ്റ്റിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്തേക്കുന്നത്. ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിക്കിയിൽ അത്യാവശ്യമായിട്ട് നമുക്കൊരു കാര്യം എടുക്കണം. നമ്മുടെ ബൂട്ടിലാണ് അത് എടുക്കുന്നതെന്ന് വെച്ചാൽ അതാ ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അത് നമ്മളെ കീ എടുക്കണം. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ വൈൽ ഡ്രൈവിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു കീ വേണം. ഡ്രൈവ് ചെയ്യണ സെയിം കീ തന്നെ ഇതിലിട്ട് ഓപ്പൺ ചെയ്യാം. ഈ സാധനം ഓപ്പൺ ചെയ്തിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബൂട്ടിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടേക്ക് വരുമ്പോൾ ഉള്ളത്. ഇവിടെ പിന്നെ വരുമ്പോൾ സെൻട്രൽ പ്രത്യേകിച്ച് ഒരു AC വെൻസ്, സെൻട്രൽ AC ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, നമ്മുടെ വിൻഡോസിൻ്റെ സൈഡിലൊരു ലൈറ്റ് വരുന്നുണ്ട് അതിവിടെ. അതുപോലെ തന്നെ ഈ സൈഡിലും സിമിലർലി ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഫ്രണ്ടിലും അതുപോലെ തന്നെ ലൈറ്റ്സ് ഉണ്ട്. ഈ ലൈറ്റ്സിൻ്റെ മെക്കാനിസം പറഞ്ഞാൽ സ്വിച്ച് അല്ല ഇവിടേക്ക് കാണിച്ചേ. ഈ ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് കണ്ട, ഈ ലൈറ്റ് തന്നെയാണ്. ഈ ലൈറ്റ് തന്നെ പ്രസ് ചെയ്യുമ്പോഴാണ് ഓഫും ഓണും വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലും വരുന്നത്. ബ്രോ വണ്ടിയുടെ എക്സോസ്റ്റ് ഒന്ന് കണ്ടില്ല. ഓഡിയൻസ് കേൾക്കാനായിട്ട് കാത്തിരുന്ന ഒരു സംഭവമാണ്. ഇതിന് എത്ര മൈലേജ് കിട്ടും? മൈലേജ് 5 കിട്ടുള്ളൂ. 5 അത്രേ ഉള്ളൂ. 7-8 കിട്ടില്ല. സ്റ്റോക്ക് വണ്ടിക്ക് 7 കിട്ടും. ഓക്കെ, സ്ട്രേറ്റ് പൈപ്പ് അടിച്ചോണ്ട് 5 കിട്ടും. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണു? കൊണ്ടടക്കണോ? കഴിയുമ്പോൾ അടിക്കുന്നു. പിന്നെ എനിക്ക് ഇതിൽ ചോദിക്കുള്ളത് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ വലിയ മെയിൻ്റെനൻസ് ഇല്ല. ഓക്കെ ഓക്കെ. വലിയ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോളിൽ നോക്കാൻ വെച്ചാൽ പിന്നെ വേറൊരു സംഭവം നോക്കണ്ട. നമ്മള് സുഖമായിട്ടൊരു V6 ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ റിവ്യൂ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ. ഇത് വന്നേക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ പ്ലാറ്റ്ഫോം. തെറ്റി അവിടെ കട്ട് ചെയ്യൂ. നമ്മൾ ഈ ഹോണ്ട എക്കോഡിക്ക് വരുമ്പോൾ വേറൊരു ഫണ്ണി പാർട്ടും നമ്മുടെ 7th ജനറേഷൻ എക്കോഡാണ്. ഒരു മിനിറ്റ് തെറ്റി എന്നിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്.